നമുക്ക് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാല് ഇത് മാനന്തവാടിയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിനകത്ത് കാണാനുള്ളത്? മാനന്തവാടി മൈസൂർ റോഡിന്റെ സൈഡാണ്. ഓക്കെ. 800 മീറ്റർ ആണ് ഇതിന് ഉള്ളത്. ഓക്കെ. ഇതിന്റെ ഉള്ളിലുള്ളത് പിന്നെ ഹട്ട്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഏർമാടുണ്ട്, നേരത്തെ മരത്തിന് മുകളിലൊക്കെ ഉള്ള. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല്. ഓക്കെ. പിന്നെ വാട്ടർഫോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു പാർക്കാണ്. എത്ര സമയം മുതലാണ് എങ്ങനെ ഇതിന്റെ പ്രവൃത്തി സമയം? പ്രവൃത്തി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ടൈം. 5 വരെയാണ് കൗണ്ടർ ടൈം. ഓക്കെ. ഇതിനകത്ത് കുട്ടികൾക്ക് വലിയവർക്ക് എത്ര ചാർജ് വരുന്നത്? വലിയവർക്ക് 40 രൂപ. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കാണ് 20 രൂപ വരുന്നത്. പിന്നെ പാർക്കിംഗ് ഫീസും ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഓക്കെ. അത് ഓരോ വണ്ടിയുടെ അനുസരിച്ചാണ്, അത് വണ്ടിയുടെ അനുസരിച്ചുള്ള ഫീസാണ്. ഓക്കെ, താങ്ക് യു. എന്നാൽ ബാക്കി വിശേഷങ്ങൾ കാണാം. വനപർവമാണ് ഫോറസ്റ്റ് ഓഫീസറിന്റെ അണ്ടറിൽ വരുന്ന നഗരവനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് അവർ പറഞ്ഞതുപോലെ ബാബയിലിൽ നിന്ന് വരുന്നവർക്കും KSRTC ഡിപ്പോയിലേക്ക് കയറുന്ന, പഴയ ഡിപ്പോയിലേക്ക് കയറുന്ന, ഗ്യാരേജിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സംഭവങ്ങൾ, കോട്ടയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നിലവിലതൊന്നുമില്ല. മാനന്തവാടിയുടെ നഗരമധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സെക്യൂരിറ്റി ഗാർഡിനെ കാണാം. അതുപോലെ ഇതാണ് ഇതിന്റെ ലേബൽ. ചൂണ്ടപ്പന നമ്മുടെ നാട്ടിൽ കാണാം, പക്ഷെ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ചെടികളും മറ്റു വൃക്ഷലതാദികളും പലതരം, ഇതെല്ലാം നിർമ്മിച്ചെടുത്തതാണ്. ഇതിനകത്ത് വാട്ടർഫോൾസ് കാര്യങ്ങൾ, സംഭവങ്ങളെല്ലാം ഇവർ തന്നെ നിർമ്മിച്ചെടുത്ത സംഭവങ്ങളാണിത്. എന്താ ചിത്രശലഭങ്ങൾ, പല സാധനങ്ങളും ഇവിടെ ഈ പ്രദേശത്ത് വരാറുള്ളതാണ്. അതിനുള്ള ചെടികൾ, ശലഭങ്ങൾക്ക് വേണ്ടുന്ന ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും കുട്ടികളെ കൊണ്ടെന്നൊക്കെ വന്ന് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നേരത്തെ മുമ്പ് പറഞ്ഞ ഫീസിന്റെ കാര്യങ്ങൾ, ഓരോ മരങ്ങൾ, മഹാഗണി, അതുപോലുള്ള എല്ലാ മരങ്ങളും എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നും ഏതൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നും. എരുമനാക്ക് എന്ന് പറഞ്ഞ മരമാണിത്. നമ്മുടെ നാട്ടിലുണ്ട് ഈ മരം, പക്ഷെ നമ്മൾ അറിയത്തില്ല. ഉണ്ടോ? ഓക്കെ. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വിവിധ ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള മരങ്ങൾ, നമ്മുടെ അഞ്ഞിലി, ഓരോ ഇലകൾ കാണുമ്പോൾ മക്കൾക്ക് എന്താണ് വെട്ടി, നമ്മുടെ നാട്ടിൽ പല വെട്ടികളുണ്ട്, കരിവെട്ടി, മരവെട്ടി സംഭവങ്ങളുണ്ട്. എന്താ 50 ഉൽപ്പന്നങ്ങൾ മരത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള വസ്തു മരമാണ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യനിർമ്മിത വനം. ഇത് ശരിക്കും 1983-85 കാലഘട്ടത്തിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ഇതിനുള്ളിലുള്ളത്. അവിടെ ഇരിക്കാനും അത് കഴിഞ്ഞ് താഴോട്ടിറങ്ങാനുള്ള ഒരു ബാൽക്കണി പ്രദേശമാണ് കാണുന്നത്. ബാൽക്കണിയുടെ വ്യൂ ആണിത്. ഓക്സിജൻ പാർലർ ആണ് ഇതിനകത്ത് കാണുന്നത്. ഇത് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതുണ്ടോ? ഇത് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു നല്ല സ്മെല്ലാണ്. ഇത് ആസ്വദിക്കാനൊരു പ്രത്യേക സുഖമാണ്. കേട്ടോ, സ്റ്റെയറിങ് ഇറങ്ങി താഴെ വരെ പോകുന്ന സ്റ്റെയറുകളാണ്. കുട്ടികൾക്ക് വളരെ ആസ്വാദികരമാണിത്. കുറച്ച് നടക്കാനുണ്ടെങ്കിലും ഇതിനുള്ളിലെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണ്. പല മരങ്ങളുടെയും ഔഷധ ഗുണമുള്ള സ്മെല്ലാണ് ഇതിനകത്തുള്ളത്. തൊള്ളായിരത്തി 1963 മുതൽ 85 വരെയുള്ള മാനന്തവാടി ടൗണിൻ്റെ ചെറിയൊരു രൂപമാണ് ഈ കാണുന്നത്. നമ്മൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്ഥലങ്ങൾ കഴിഞ്ഞ് നല്ല അടുത്ത സ്റ്റെപ്പിറങ്ങി നമ്മൾ താഴോട്ടിറങ്ങി. ഇഴജന്തുക്കൾ ധാരാളം ഉള്ളതിനാൽ നടപ്പാത ഇരുവിടവും മാത്രം ഉപയോഗിക്കാമെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചെടികളുണ്ട്. ഇതിൽ ഓരോ ചെടികളും ഓരോ സസ്യങ്ങളും അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളുള്ള അതിൻ്റെ പേരെഴുതി കീപ്പ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരിപ്പിടങ്ങളുണ്ട്. കാരണം ഇരിപ്പിടങ്ങൾ തന്നെയാണെങ്കിൽ തന്നെയും അത് വളരെ വൃത്തിയായിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ. പിന്നെ നമ്മുടെ തോട്ടിലെ പുഴങ്കല്ലുകൾ കൊണ്ട്
നല്ല രീതിയിൽ ചെയ്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകത, നേരത്തെ അവിടെ ഫ്രണ്ടിലുള്ള ആൾ പറഞ്ഞ മാതിരി ഒരു ഏറുമാട് ഇവിടെ കാണാം. ഏറുമാടവും അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകൾ, കൊച്ചുകുട്ടികൾക്കും ഉള്ള ഊഞ്ഞാലും ഉണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഒരു ജംഗ്ഷൻ, കഫേ ജംഗ്ഷൻ ഇവിടെ കാണാം. ഇതാണ് അതിനകത്ത് ഏറുമാടം വരുന്നത്. കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കാനും ഉണ്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇതിനകത്ത് കയറാം. അതുപോലെ ഇവിടെ വന്ന് ചായ കുടിച്ചിരിക്കാനുള്ള കോഫി ബ്ലോക്ക്, ഇടയിലുള്ള ഒരു കഫേ ജംഗ്ഷൻ ഉണ്ട്. ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന മടുത്ത് കഴിയുമ്പോൾ ഒരു ചായ കുടിക്കാനും ജംഗ്ഷനിൽ ഇരിക്കാനും ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. പിള്ളേർക്ക് ഇറങ്ങി വരാനും കയറുവാനും. ഇതുവരെ നമ്മൾ നടന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരു കൊടുത്തിട്ടുണ്ട്. അതും വളരെ വൃത്തിയുള്ള മനോഹരമായ ഡിസൈനിലുള്ള ഒരു ടോയ്ലറ്റാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ്. അതിലൊരു വരയൊക്കെ വരച്ച് നല്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ചെറിയൊരു ആർച്ച് കാണാം. ഇതിൻ്റെ സൈഡൊക്കെ ചെളിക്കുണ്ടാണ്, പക്ഷെ എന്നാൽ ഈ ഒരു പ്രദേശം ഇവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആർച്ച് വെറൈറ്റി രീതിയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. അവരുടെ കണ്ടോ ഒത്തിരിയേറെ പുല്ല് നട്ടിട്ട് പല രീതികളിലുള്ള ഇല്ലികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞ ഇല്ലി, അങ്ങനെ അത് നേരിട്ട് വന്നാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് കയറി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഓട സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സ്വന്തം ആള് ഇവിടെ വരെ വരുന്നത് ഏകദേശം ആൾക്കാർ മടുക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ മേലോട്ട് കയറാമെന്ന് വിചാരിക്കും. ഉണ്ടോ, ഇതിലിങ്ങനെ കയറി പോവാം. അവിടെ ഇറങ്ങി വന്നപ്പം ഫുൾ സ്ഥലങ്ങളും കമ്പി കൊണ്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തേക്കുമായിരുന്നു. ഇപ്പം ഇവിടെ നേരെ മറിച്ച് ഇത് വഴിയാണ്. ചരിത്രത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലത്തും ഓരോരോ മരങ്ങൾ ഇവർ നട്ടുപിടിപ്പിച്ചിട്ട് അതിനകത്ത് വയനാടിൻ്റെ ചരിത്രം ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ടെല്ലാം വയനാടിൻ്റെ ചരിത്രങ്ങളാണ്. ചരിത്രം 3 1976 കഥകളാണ്. പിന്നെയും ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മേലോട്ട് ചെല്ലുമ്പം ഇത് കുറച്ച് ദൂരത്തെ വെച്ചേക്കുന്നത്. പ്രായമായവർക്ക് കണ്ണാടി ഇല്ലാണ്ട് വായിക്കാൻ പറ്റിയല്ല. ഇവിടെ 5 ചരിത്രങ്ങളാണ് വയനാടിനെ കുറിച്ചുള്ളത്. പാതയിലെ കയറ്റം കയറി വരുമ്പോൾ കല്ല് ഭാഗം ഇതാണ്. അപ്പോൾ കയറ്റം കയറി വരുമ്പം അടുത്തവർക്ക് ഇരിക്കാനായിട്ട് ഒരിടവേള, ചെറിയൊരു ഇരിപ്പിടം. അതിനടുത്താണെങ്കിലും ഇതിലെ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളെക്കുറിച്ചും മരങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ചും എല്ലായിടത്തും തന്നെ ഇതിനെ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഹൈലൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ ഈ പഴയ തനിമയുടെ കണ്ടോ ഇരിക്കാനുള്ള സൗകര്യവും പുല്ല് മേഞ്ഞൊരു കെട്ടിടം. നമ്മുടെ നാട്ടിൽ ഇത് ഇവിടെ വയനാട്ടിൽ കണ്ടുവരുന്ന വന്യജീവികൾ, നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമായ ജീവികളാണ് ഇവയെല്ലാം. നമ്മളല്ലേ ആ ഓല ഷെഡ് അതിങ്ങനെ പിള്ളേർക്കൊക്കെ വരുമ്പോൾ കച്ചിയൊക്കെ മേഞ്ഞാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളൊക്കെ ആയിരുന്നു കച്ചി മേഞ്ഞത്. ഇതിപ്പോൾ പിള്ളേർക്ക് കാണാൻ ഒരു സന്തോഷമാണ് വന്നാൽ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ കയറ്റം കയറി വരുമ്പോഴത്തേക്കും കഥയ്ക്കാൻ തുടങ്ങും. പക്ഷെ എന്നാലും ഇത് വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. എല്ലാ ബെഞ്ചുകളിലും ഓരോരുത്തരിരുന്ന് അവർ ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കപ്പിൾസ് പാർക്ക് എന്നറിയപ്പെടും.
നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ജന്തുക്കളെ സൂക്ഷിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവർ ഓരോ സിറ്റിങ്ങും പല സ്ഥലങ്ങൾ പല ആൾക്കാർക്കായിട്ട് ഇരിക്കാനുള്ള സിറ്റിങ് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടോ വളരെ കല്ലൊക്കെ നമ്മുടെ പുഴങ്കല്ല് ഉരുളൻകല്ലുകൾ ഇട്ടിട്ട് ആ ഇരിപ്പിടം അത് കറക്റ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേർന്നിട്ട് ഇതിൽ കാണപ്പെടുന്ന നായകളെ കുറിച്ചാണ്. ചെന്നായി ഉണ്ട്. ഇത് കുറുനരി ഇനത്തിൽപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, എത്ര കാലം അതിൻ്റെ ജീവായുസ്. അതുപോലെ കുറുക്കൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കുറുക്കൻ, അതിൻ്റെ കാലഘട്ടങ്ങൾ, ആയുസ്, സംഭവങ്ങളൊക്കെയാണിത്. ഇനി കിടക്കുന്നത് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഈ മരത്തേൽ അത്യാവശ്യം ആടാനായിട്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് ആടാം ഇവിടെ. ഫോറസ്റ്റ് സംഘടിപ്പിച്ച ഒരു ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഭൂഗർഭ ജലനിരപ്പുകൾ, അതുപോലെ മഴ സാധ്യത വർദ്ധിക്കുന്നത്, കുടിവെള്ളം, കൃഷി, വ്യവസായം എന്നിവയ്ക്കുള്ള നിലനിൽപ്പ്, ജലചംക്രമണം, മണ്ണിലെ രീതികൾ, ഇങ്ങനെ പല അവരതിനെക്കുറിച്ച് ഓരോ രീതികളിൽ വരുന്ന ജലങ്ങൾ ഇതുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവർ തന്നെ നിർമ്മിച്ച പാറയിൽ ഇരിക്കുകയോ ഫോട്ടോ എടുക്കുന്നവർക്ക് ചെയ്യരുത്. എന്താ അവരെന്നെ നിർമ്മിച്ചൊരു വെള്ളച്ചാട്ടമാണിത്. അതിൻ്റെ മണ്ടയ്ക്ക് നല്ലൊരു മൂർഖമ്പാമ്പ് നിൽപ്പുണ്ട്. തന്നെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ നീളവും തൂക്കവും കാലഘട്ടമൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ മാൻവർഗ്ഗങ്ങളിൽപ്പെട്ട പുള്ളിമാന്, മ്ലാവ്, അതുപോലെ ഉമ്ളം, അതുപോലെ കൂരനെ കുറിച്ച് ഇതിൻ്റെ ദീർഘം 8 മുതൽ 12 വർഷം വരെയാണ് നീളവും കാര്യങ്ങളും എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നമുക്ക് കൈകോർക്കാം, വന്യജീവി സംഘർഷം ലഘൂകരിക്കാം. നമ്മൾ ആനയുടെ വനത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കുകളും മറ്റും ഇട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ, അതിർത്തി ഫാമിങ് ഒഴിവാക്കുമ്പോൾ മറ്റ് ജീവികളെ പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ, ഒറ്റയ്ക്ക് കാട്ടിപ്പോകരുത്. കാരണം ഒറ്റയ്ക്ക് കാട്ടിപ്പോയാലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, കാട്ടിലെ വനത്തിനുള്ളിൽ കന്നുകാലികളെ മേയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ വിവേകത്തോടെ സമീപനം, ഒരു കടവ് മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ സാഹചര്യം വന്നാൽ ഒഴിവായതും അങ്ങനെ നിലനിൽക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ എല്ലാ കാര്യങ്ങളും വളരെ ലഘൂകരിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോന്നിൻ്റെയും സംക്രമണ രീതികളെക്കുറിച്ചും. ഇതവർ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വനപാത യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൃഗങ്ങൾ വട്ടം ചാടിയാൽ, അതുപോലെ കാട്ടുതീ കണ്ടാൽ, പിന്നെ ആനയൊക്കെ കുറുകെ വന്നാൽ ഫോണുകൾ യൂസ് ചെയ്യുന്ന സാഹചര്യം, അതുപോലെ പ്രകാശത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നമ്മൾ ചെക്ക് പോസ്റ്റുകൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, വന്യമൃഗങ്ങളോട് നമ്മൾ കാണിക്കേണ്ട ബഹുമാനം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എക്സിറ്റിൻ്റെ സ്ഥലത്തെത്തുന്ന സമയത്ത് ഒരു ഗുഹയിലേക്കാണ് ചെന്നുകൂടുന്നത്. വനത്തിനുള്ളിലെ ഗുഹ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തോടെ കയറി നമുക്ക് അപ്പുറത്തേക്ക് പോകാം, പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയാണ്. കണ്ടോ, ആ ഗുഹയും ഇവർ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ 2 സൈഡുകളും നല്ല അടിപൊളിയായിട്ട്. ശരിക്കും നമുക്കൊരു പാറക്കെട്ടിനുള്ളിൽ കൂടെ പോകുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട്, ഈ ഫോറസ്റ്റിൻ്റെ മനോഹാരിത കണ്ട് ഞാനിതാ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.